അതല്ല ഞാൻ ഈ പറയുന്ന പോലെ സ്ട്രോങ് സ്ഥലത്ത് നോ പറയേണ്ട സ്ഥലത്ത് ഞാൻ പറയാറുണ്ട്. ഒരു ലൈൻ ക്രോസ് ചെയ്തു പോകുന്നു എന്ന് തോന്നുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. ചില സമയം ഈ പറഞ്ഞ പോലെ എന്നാ നമ്മൾ തമ്മിൽ എൻഡ് ഓഫ് അത് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം ആര് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇപ്പൊ എത്ര ദേഷ്യപ്പെട്ടാൽ പോലും എൻഡ് ഓഫ് ദി ഡേ എല്ലാം അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അങ്ങനെ മനസ്സിൽ അത്രയ്ക്ക് ദേഷ്യം വെച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റവും അങ്ങനെ ആരും തമ്മിൽ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ സ്പെഷ്യലി. അപ്പോ ഞാനും അത്രേ ഇതായിട്ട് എടുത്തുള്ളൂ തുടക്കത്തിൽ. ഈ ഒരു ഇതൊക്കെ ഈ പറഞ്ഞ ഇപ്പം പുറത്തിറങ്ങി കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഗസ്റ്റ് വന്നപ്പോഴാണ് ഇതൊരു ടോം ആൻഡ് ജെറി പോലെ, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് ടോം ആൻഡ് ജെറി പോലെയും, പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ കാണിച്ചപ്പോഴും അതിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മള് വഴക്കൂടുമ്പോഴത്തേക്ക് ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി വരാറുമുണ്ട്. ആ ഒരു രീതിയിലാണ് പോയത്. പക്ഷെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് എനിക്ക് ഞാൻ പേഴ്സണലി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ഒന്ന് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിലേക്ക് എത്തുമ്പോൾ സാഡിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ സെറീന ഉൾപ്പെടെയുള്ളവർ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ശോഭയെക്കാളും കൂടുതൽ അക്കാഡമിക്കലി അതിനെക്കുറിച്ച് ധാരണയുള്ളത് സെറീനയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ സെറീന തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശോഭ ആ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ശോഭയ്ക്കൊരു വാശിയുണ്ട്. ആ വാശിയെക്കുറിച്ച് നമ്മൾ കേരളം ചർച്ച ചെയ്തിട്ടുമുണ്ട്. ആ സമയത്തും ശോഭ ആ വേർഡിന്റെ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മൂഡ് ഓഫ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഡിപ്രഷൻ എന്നാണ്. അത് മൂഡ് ഓഫും ഡിപ്രഷൻ രണ്ട്. ഒന്ന് സാങ്കേതികമായിട്ട് നമ്മൾ ചികിത്സിക്കേണ്ട രോഗവും മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് മൂഡ് ഓഫ് എന്ന് പറയുന്നത് വളരെ കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ ഈ ആൾക്കാർ ഇത് കൃത്യമായിട്ട് അറിയാതെ ഒരു സയന്റിഫിക് വേർഡാണ് അല്ലെങ്കിൽ ഒരു സയൻസ് വേർഡാണെന്ന് മനസ്സിലാക്കാതെ, ഒരു മെഡിക്കൽ ടൈം ആണെന്ന് മനസ്സിലാക്കാതെ ഉള്ള ആൾക്കാരുടെ പെരുമാറ്റമുണ്ട്. അതേപോലെ ഒന്ന് ആയിപ്പോയോ ഈ സാഡിസം എന്ന് പറയുന്നത്? സാഡിസ്റ്റ് എന്ന് പറയുന്നതിന്റെ വാക്ക് ശരിക്കും അതേ അർത്ഥത്തിലല്ലായിരുന്നു പ്രയോഗിച്ചത്. ഞാൻ എടുത്തത് സാഡിസ്റ്റ് എന്നുള്ളത് രീതി ഈ പറഞ്ഞ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് അല്ല ഞാൻ വിളിച്ചിട്ടുള്ളത്. നമ്മൾ നോർമലി പറയാറുണ്ട് നമ്മുടെ എന്തെങ്കിലും നമ്മളെ ഒരാളെ വിഷമിപ്പിച്ച് കിട്ടുന്ന, അതെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ പറയാറുണ്ട് ലൈക്ക് ഇങ്ങനെ നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്തിട്ട് അതിലൊരു ആനന്ദം കാണുമ്പോഴത്തേക്ക് അത് കണ്ട് ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, ഒരാളെ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യാനും അതുപോലെ അങ്ങനെ ഒരു ഇത് നോക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എനിക്കത് ഫീൽ ചെയ്ത് ഒരു സാഡിസ്റ്റ് ബിഹേവിയർ ആയിട്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് വിളിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തന്നെ ആലോചിച്ചു, ബിക്കോസ് അങ്ങനെ ഒരു ടാഗ് വിളിക്കുമ്പോഴത്തേക്ക് അത് ഫാമിലിക്ക് വരാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലൈക്ക് അച്ഛൻ അങ്ങനെ ഒരാളാണ്, അത് വേറെ രീതിയിൽ ആൾക്കാർ അത് എടുത്ത് അതിനെ ഭയങ്കര ഡീപ്പർ ഒരു മീനിങ്ങിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കാണ് ഞാനത് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴത്തേക്ക് വൈഫ് വന്നപ്പോൾ, ലക്ഷ്മി വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ അപ്പോളജൈസ്. പക്ഷേ സെറീന കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞ് മനസ്സിലായി. ചേച്ചി അത് അങ്ങനെയല്ല, അത് അർത്ഥം അങ്ങനെയല്ല, ചേച്ചിക്ക് ഒരുപക്ഷെ മനസ്സിലാവാഞ്ഞിട്ടാണോ, ചേച്ചിക്ക് ഇത്രയും പഠിത്തവും വിവരവും ഉണ്ടായിട്ട് എന്താ ചേച്ചി മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് സെറീന പുറകെ നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ശരിയാണ്, ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയല്ലോ.